നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യത്തെ പ്രധാനപ്പെട്ട മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റേതായ ചില മുറുമുറുപ്പും ഒക്കെ തന്നെ പല മുന്നണിക്കകത്തും ഉണ്ട്. അതുപോലെ തന്നെ പോർവിളിയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ കടക്കാൻ പോകുന്നതിന് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ പോർവിളികൾ തുടങ്ങിയിരിക്കുന്നു. തലസ്ഥാനത്ത് കഴിഞ്ഞ 3 തവണയായിട്ട്, അതായത് 15 വർഷമായിട്ട് MP ആയി തുടരുന്ന ശശി തരൂർ വീണ്ടും അടുത്ത മത്സരത്തിന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 തവണയും BJP കനത്ത പരാജയമാണ് ശശി തരൂരിൽ നിന്ന് നേരിട്ടത്. എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ ശശി തരൂരിൻ്റെ കയ്യിൽ നിന്നും തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ BJP 18 അടവും പയറ്റാൻ തയ്യാറായിരിക്കുന്നു. വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി മോദിയെ പോലും തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയം BJPക്കുള്ള മറുപടിയുമായി ശശി തരൂരും രംഗത്ത് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP പറയുന്നത്, ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് എന്നെ മാറ്റാൻ തീരുമാനിക്കാം, പക്ഷെ ജനത്തിനല്ല, കോൺഗ്രസ്സുകാർക്ക് മതിയായോ എന്ന് സംശയമുണ്ട്. കാരണം അവരന്ന് ഖാർഗെക്കെതിരെ മത്സരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി കൂടുതൽ ഉത്സാഹത്തോടെ ഇറങ്ങിയത്. അങ്ങനെയുള്ള അവർ തീർച്ചയായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുതികാൽ വെട്ടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് തരൂർ ഒരു മാധ്യമ പരിപാടിയിൽ പ്രതികരിച്ചത്. ശശി തരൂരിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ BJP നേതാവ് VV രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. തരൂർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, ജനങ്ങൾ ഈ അഹങ്കാരം കൈകാര്യം ചെയ്യുമെന്നാണ് രാജേഷ് ശശി തരൂരിനുള്ള മറുപടിയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി കൂടുതൽ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലം തന്നെയാണ്. ഇവിടെ CPI വീണ്ടും 3ാം സ്ഥാനത്തിന് ലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. 3ാം സ്ഥാനത്തിന് താഴെ, അങ്ങോട്ട് താഴെ പിന്നെയും കുഴിച്ചു പോകാൻ കഴിയുമെങ്കിൽ CPI അത്തരത്തിൽ കുഴി മൂടുന്ന ഒരവസ്ഥയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് എന്തായാലും മത്സരം ശശി തരൂർ അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ CPIയെ നിർത്തിയിട്ട് CPM പ്രവർത്തകരും മറ്റ് നേതാക്കന്മാരും ഒക്കെ അയൽ മണ്ഡലങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇക്കുറിയും അതുതന്നെ സംഭവിക്കും.